സംസ്ഥാനം നേരിടുന്ന വലിയ പ്രശ്നം ലഹരി വ്യാപനം. ഇത് തടയാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. എക്സൈസിലെയും പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ യോഗത്തിൽ പങ്കെടുക്കും. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. ശാലിനി ആണ് ചേരുന്നത്. ശാലിനി, ഈ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവരും ചേരുന്ന യോഗം, തുടർ നടപടികളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകേണ്ടതുണ്ട്. ഒപ്പം സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖരെയും വിദ്യാർത്ഥി സംഘങ്ങളുടെ യോഗമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ചേരാനിരിക്കുന്നു. പക്ഷേ ഈ യോഗങ്ങളെല്ലാം ചേരുമ്പോഴും ഇതുവരെ കൊണ്ടെത്തിച്ചത് എന്തൊക്കെ നടപടികളെന്ന് പറയുന്ന ഒരു പരിശോധന കൂടി ഈ യോഗത്തിലൊക്കെയും ഉണ്ടാകേണ്ടതാണ്. ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്നുള്ളത് കൂടി കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതുമാണ്. ഏതായാലും ആശാവഹമായി കാണാം ഈ നടക്കുന്ന യോഗങ്ങളെ. കാരണം ഇതൊരു വലിയ പ്രശ്നമായി പ്രത്യേകിച്ച് നമ്മുടെ യുവസമൂഹത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ശാലിനി, വിവരങ്ങൾ എന്താണ്? ശാലിനി, കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. ഈ ലഹരി വ്യാപനത്തിന്മേലൊരു ചർച്ച നടക്കുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ കൊണ്ടുവരുന്നത്? ഇതുവരെ എടുത്ത നിലപാടുകളിൽ എന്തൊക്കെ പാളിച്ചകൾ പറ്റി എന്നുള്ളതടക്കം ചർച്ചയ്ക്ക് വരുമോ? വീണ, സംസ്ഥാനത്ത് ലഹരി ഉപയോഗം, അതിന്റെ വിപണനം, ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് അതിന്റെ വ്യാപകമായിട്ടുള്ള വിപണനങ്ങളടക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇത്തരത്തിലൊരു യോഗം ഇന്ന് ചേരുന്നത്. ഇതിൽ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരൊപ്പം തന്നെ പോലീസിലെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഈ ലഹരി വ്യാപനം എങ്ങനെ തടയാമെന്നുള്ളതാണ് പ്രധാനമായി ഈ യോഗം ചർച്ച ചെയ്യുക. പ്രത്യേകിച്ച് അതിർത്തി കടന്ന് സംസ്ഥാനത്തേക്ക് ലഹരി എത്തുമ്പോൾ അത് കൃത്യമായി പരിശോധന നടത്തുന്നില്ല എന്നുള്ള വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങൾ എക്സൈസിന് മുൻപിലും പോലീസിന് മുൻപിലുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായൊരു യോഗം ചേർന്നുകൊണ്ട് ഒരു കർമ്മ പദ്ധതി അടക്കം രൂപീകരിച്ച് സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ തലത്തിൽ കടക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസത്തോളമായി എക്സൈസിന്റെയും സംസ്ഥാന പോലീസ് മേധാവിയുടെയും ADGP മനോജ് എബ്രഹാമിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട് 70,000-ലടക്കം ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനയ്ക്കും ഒപ്പം തന്നെ ഇതിനും വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം 7,000-ലധികം ആളുകളുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി കേസുകളടക്കം രജിസ്റ്റർ ചെയ്ത സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് എങ്ങനെ ലഹരി വ്യാപനം തടയാമെന്നുള്ള ഒരു അന്വേഷണത്തിലേക്കും അതിനുള്ള കർമ്മ പദ്ധതിയിലേക്കും അതിനുള്ള നടപടിയിലേക്കും സർക്കാർ കടക്കുകയും ചെയ്യുന്നത്. ലഹരി ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾ, ഒപ്പം തന്നെ കൊലപാതകങ്ങളടക്കം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. സംസ്ഥാനത്തെ കോളേജുകൾ കേന്ദ്രീകരിച്ച ലഹരി വ്യാപനം കൂടുതൽ വർദ്ധിക്കുന്ന പശ്ചാത്തലം, ഒപ്പം വിവിധ ഹോസ്റ്റലുകളിലടക്കം പരിശോധന നടത്തിയപ്പോൾ ഹോസ്റ്റലുകളിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടുന്നു. അവിടെ തന്നെ അതിന്റെ വിപണനം അടക്കം നടക്കുന്നു. അതിന്റെ വിപണനത്തിനുള്ള സാഹചര്യങ്ങളും അതിന്റെ തൂക്കം നോക്കുന്ന യന്ത്രങ്ങളും അടക്കം കണ്ടെത്തിയ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി അല്ലെങ്കിൽ ഏത് തരത്തിൽ ഇതിനെ അമർച്ച ചെയ്യാനുള്ള ഒരു ചർച്ചയ്ക്ക് സർക്കാർ ഒരുങ്ങുകയും ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഘട്ടത്തിൽ ഉയർന്ന പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി തന്നെ യോഗം ചേർന്നുകൊണ്ട് ഇതിനുള്ള ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വിവിധ വകുപ്പുകൾക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. കോളേജുകളിലടക്കം വ്യാപനം ശക്തമായ സാഹചര്യത്തിൽ ഗവർണർ തന്നെ ഇടപെടുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരും കൂടി ഇതിലൊരു അടിയന്തര ഇടപെടൽ നടത്തി ഇന്ന് യോഗം ചേർന്നുകൊണ്ട് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാനും ലഹരി വ്യാപനം തടയാനുമുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. വീണ, ശരി ശാലിനി, ഇതൊക്കെ കൃത്യമായി നടത്താനുള്ള ആർജവും കൂടി സർക്കാർ കാണിക്കണം. കാരണം നമ്മുടെ യുവജനത ലഹരിയുടെ പിടിയിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്.